സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വന്ന ആരോപണങ്ങളോട് പ്രതികരിക്കവേ വികാരഭരിതിയായി മുൻ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. താൻ ചെയ്ത ആഡിൽ പറയുന്നത് തെറ്റായ വിവാദങ്ങളാണ്, ആളുകളെ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു ജാസ്മിൻ. ഇതിനിടെ തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ചും ജാസ്മിൻ സംസാരിച്ചു. തന്റെ നിലം അതീവമായ ഗുരുതരമായ ഒരു അവസ്ഥയിലാണെന്നും, സത്യം പറഞ്ഞാൽ മൂക്കിൽ കൈവയ്ക്കാൻ വരെ എനിക്കിപ്പോൾ പേടിയാണ് എന്നും, എനിക്കറിയില്ല എന്ത് കണ്ടീഷനാണെന്നും, ഈ വീഡിയോ പോലും എത്ര ടേക്ക് എടുത്തു എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന ഓരോ ആക്ഷനുകളും ഭയങ്കരമായി വിമർശിക്കപ്പെടുന്നു. നിങ്ങൾ ഒരു നേരത്തെ പറച്ചിൽ കഴിഞ്ഞ് അത് വിട്ടേക്കാം, പക്ഷെ ചില സമയങ്ങളിൽ എന്നെ അത് ഭയങ്കരമായി ബാധിക്കാറുണ്ട്. ഒന്ന് ശ്വാസം വിടാനോ സമാധാനിക്കാനോ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹരാസ് ചെയ്യുന്ന ഒരു എത്തിക്കുമില്ലാത്ത വൃത്തികെട്ട കണ്ടന്റുകളും വൃത്തികെട്ട കമന്റുകളും ഞാൻ ഭൂരിഭാഗം കാണാറുണ്ട്. കുറച്ച് നാളുകളായി ഞാൻ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ അത്ര ആക്റ്റീവ് അല്ല. പതിയെ ഞാൻ ആക്റ്റീവ് ആവാം. എന്തെങ്കിലും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ എനിക്ക് കാണും. ഇത് കേട്ട് നാളെ ചിലർ ജാസ്മിൻ ജാഫറിന് വട്ടായി എന്നെല്ലാം പറഞ്ഞ് വന്നേക്കാം. സത്യം പറഞ്ഞാൽ ഒരു വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് പേടിയാണ്, ഒരു ആക്ഷൻ കാണിക്കാൻ പേടിയാണ്. ഇന്റർവ്യൂകൾ കൊടുക്കാറില്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം താൻ ഒരൊറ്റ ഇന്റർവ്യൂ കൊടുത്തത് നിർബന്ധിതയായിട്ടാണ്, അതോടെ നിർത്തിയതാണ്. അതിനുശേഷം എനിക്ക് ഒരുപാട് ഇന്റർവ്യൂകൾ വന്നിട്ടുണ്ട്. 3.5 ലക്ഷം വരെ പറഞ്ഞ് എന്നോട് ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടില്ല. എന്നെ കീറി മുറിക്കാൻ നിന്ന് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് മീഡിയയുടെ മുന്നിൽ അധികം പോയി നിന്ന് നാണം കെടാറില്ല. ഞാൻ അനാവശ്യമായ കണ്ടന്റ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിക്കാറില്ല. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായി കൊണ്ടു നടക്കുന്ന ആളാണ് ഇപ്പോൾ ഞാൻ. എത്ര പേഴ്സണായാലും വലുത് എൻ്റെ മാനസിക ആരോഗ്യം തന്നെയാണ്. എന്നെ നിങ്ങൾ ഭീകരമായി ചിത്രീകരിക്കുന്നത് നിർത്തൂ എന്നും ജാസ്മിൻ ജാഫർ പറയുകയാണ്. അതോടെ ജാസ്മിൻ ജാഫറിൻ്റെ മാനസിക ആരോഗ്യനില വളരെയധികം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രമുഖ താരങ്ങൾ എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യങ്ങൾ. എന്നിരുന്നാലും നിങ്ങൾക്ക് ജാസ്മിൻ ജാഫറെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.